നമസ്കാരം. റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജന്റീനയുടെ അടുത്ത മത്സരം ഇക്കഡോറിനെതിരെയാണ്. ആ കളി ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 4:30 ഇക്കഡോറിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഈ കളിക്ക് ലിയോ മെസ്സി ഇല്ല, അദ്ദേഹത്തിന് വിശ്രമം കൊടുക്കുകയാണ്. അതേസമയം ക്യൂട്ടി റൊമേറോ ഇല്ല, അദ്ദേഹത്തിന് സസ്പെൻഷനാണ്. അപ്പോൾ 2 മാറ്റങ്ങൾ ഉറപ്പാണ്. എന്നാൽ 2 മാറ്റങ്ങളല്ല, അതിലധികം മാറ്റങ്ങൾ അർജന്റീനയുടെ 11-ൽ ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയുന്നു അർജന്റീൻ മാധ്യമ പ്രവർത്തകൻ ഗാസ്റ്റൻ എഡൂല്. എന്തായാലും അർജന്റീനയുടെ വാർത്തകൾ ഏറ്റവും വിശ്വസിച്ച് നമുക്ക് എടുക്കാവുന്ന ഗാസ്റ്റൻ എഡൂലിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം പറയുന്നു 2 ആബ്സെൻസ് ഈ കളിയിലുണ്ട്, മെസ്സിയും ക്യൂട്ടി റൊമേറോയും. നമുക്കറിയാം ബലേഡി, അലക്സിസ് മാക്കലിസ്റ്റർ, ലൗട്ടറോ ഇവർ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് വരും. അപ്പോൾ 3 പേര് ബലേഡി തീർച്ചയായിട്ടും സെൻട്രൽ ബാക്കിൻ്റെ റോളിൽ ക്യൂട്ടി റൊമേറോ ഇല്ലെങ്കിൽ ബലേഡി വരും. മധ്യനിരയിലേക്ക് അലക്സിസ് മാക്കലിസ്റ്റർ ഉണ്ടാകും, മുന്നേറ്റത്തിൽ ലൗട്ടറോയും വരും. അങ്ങനെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഈ 3 പേരും ഉണ്ടാകും എന്ന കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം സ്ഥിരീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ മധ്യനിരയിൽ കൂടുതൽ മാറ്റങ്ങൾക്കുള്ള സാധ്യത കൂടി കാണുന്നു എന്നാണ് ഗാസ്റ്റൻ എഡൂലിൻ്റെ റിപ്പോർട്ട്. അപ്പം ലയണൽ സ്കലോനി തീർച്ചയായിട്ടും പല മാറ്റങ്ങൾക്കും ഇപ്പോൾ വഴിവെക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് വേൾഡ് കപ്പിന് ഓൾറെഡി ക്വാളിഫൈ ചെയ്തതാണ്. ഇനിയുള്ള മത്സരങ്ങൾ പലർക്കും അവസരങ്ങൾ കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത്തരത്തിൽ നീങ്ങുന്നത്. ഇപ്പോൾ മെസ്സി ഇല്ലാത്തതുകൊണ്ട് ഹൂലിയൻ ആൽവാരസും ലൗട്രോയും ഒരുമിച്ച് മുന്നേറ്റങ്ങൾ നയിക്കുക. മധ്യനിരയിൽ ഇപ്പം മാക്കലിസ്റ്റർ മടങ്ങിയെത്തുന്നു. കഴിഞ്ഞ കളിയിൽ മസ്റ്റൻഡൂനോയും തിയാഗോ അൽമേഡയും ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വീണ്ടും മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയും കാണുന്നു. ഏതായാലും വേൾഡ് കപ്പിന് മുമ്പ് ഏറ്റവും ശക്തമായ രൂപത്തിലേക്ക് ടീമിനെ ഒരുങ്ങുകയാണ് ഇപ്പോൾ ലയണൽ സ്കലോനി. ഇപ്പോൾ ഇക്കഡോറിനെതിരെയുള്ള മത്സരത്തിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതിന് കൂടുതൽ വിവരങ്ങൾ നാളത്തെ സ്കലോനിയുടെ പത്രസമ്മേളനത്തിൽ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.